So let's go and check it out. കാരണം ഇത് നമ്മൾ വെക്കേഷന് പോയപ്പോൾ ട്രിപ്പിന് പോയപ്പം അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത ഒരു ഹോമാണ്. ഇവിടെ താമസിക്കുന്നൊരു ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. അപ്പം അവർ ഇവിടുന്ന് 12 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താണ് ഇവിടെ വരുന്നത്. ഇതൊരു ലേക്ക് ഹൗസാണ്. ത്രൂ ഔട്ട് ഇവിടെ വരികയും വിസിറ്റ് ചെയ്യുകയും ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യും. പലരും ഇവിടെ വന്ന് പോയിട്ടുണ്ട് ഈ ഹൗസിൽ. നല്ലൊരു വീടാണ്. അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ബാക്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേക്കാണ്, പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. Let's go and check it out, okay? ഇങ്ങോട്ട് വരുമ്പം ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഗരാജ് ഡോറുണ്ട്. അതുകൊണ്ടാ ഇവിടെ ഒരു 2 കാറിനിടാം. ഗരാജ് ഉണ്ടല്ലേ. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇതുവഴി കയറി പോകാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടേ മെയിൻ എൻട്രൻസിലേക്ക് വരുന്നത്. ഇത് കണ്ടില്ലേ, മെയിൻ എൻട്രൻസിലേക്ക്. അത് നിക്കോളാണ്, ബെന്നിൻ്റെ വൈഫ്. ഹലോ, താങ്ക് യു. ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ലൗണ്ടറി റൂമുണ്ട്. ഇത് കണ്ടില്ലേ, ലൗണ്ടറി റൂം. അതുകൊണ്ടല്ലേ ആ ഗരാജ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 കാറിന് ഇവിടെ ഇടാം. 3 കാർ അവിടെ താമസിക്കുന്നവരുടെ ജെറ്റ്സ്കിയാണ്. അവർക്ക് 3 എണ്ണം ഉണ്ട്. 3 ജെറ്റ്സ്കി. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് ലൈക്ക് ഡൈനിങ് റൂമും. അപ്പോൾ ഇവിടുന്ന് തന്നെ ഡൈനിങ് ടേബിൾ റൂമിൻ്റെ തൊട്ട് കണ്ടേ ഈ വ്യൂ കണ്ടോ, ലൈക്കും അതോടൊപ്പം തന്നെ പൂളും. ഓക്കെ, അതിനുശേഷമാണ് കണ്ടേ എവിടെയാണ് ഒരു ഫാമിലി റൂം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഒരു റൂം ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, പാറ്റിയോ മാതിരി, പക്ഷേ സ്ക്രീൻ ഇട്ടുള്ള സ്ക്രീൻ റൂം. ഇവിടെ നിന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടുള്ള വ്യൂ ഉണ്ട്. ഇതുകൊണ്ട് ലേക്കും അതോടൊപ്പം തന്നെ പൂളും ഇവിടെ നിന്നോട്ട് കാണാം. കണ്ടില്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം നമുക്കൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ഓടിച്ചിട്ട് കാണിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ഒരു ബെഡ്റൂം ഇങ്ങനെയുണ്ട്. കണ്ടേ ഇവിടെ കുറേ പട്ടിക്കുട്ടികളുണ്ട്. ഇത് കണ്ടില്ലേ, കുറേ എണ്ണം ഉണ്ട്. ഇത് കണ്ടില്ലേ. അതോടൊപ്പം തന്നെ ബെന്ന് കണ്ടേ. ഗുഡ് മോർണിംഗ് ബെൻ. ഗുഡ് മോർണിംഗ്. കണ്ടേ, ഓ ഇതാരാ നോക്കി നിൽക്കുന്നേ. ഇത് നമ്മുടെ ലിറ്റിൽ മാൻ ടോമി. എന്ത് നമ്മൾ പട്ടികളെല്ലാം എന്ത് ഇവിടെ ഉണ്ടോ? How you doing? Introduce me to this. Please introduce me to this dog, please. Who's that? This is Baba. Who's that? Teddy Baba. Oh, Teddy and Baba. This one. Oh. Jada, Lilo over there. Oh. Didn't I got? Oh my God! Look at this. Hi. She's blind. She's Oh. blind. Okay. She has a brain. Break? She has a brain in her eye. Break. Tumor. Oh, tumor. She is sick. Okay. Are you taking care of her? Are you comforting her? Oh my gosh. Okay. കണ്ടല്ലേ നമ്മുടെ ഡോഗ്സ് ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ വേണ്ട ഇതാണ് ബെഡ്റൂം മെയിൻ. അതോടൊപ്പം തന്നെ ബാത്റൂമും ഉണ്ട് ഇവിടെ. ഓക്കെ, വെച്ച് അപ്പോൾ ഇതുവഴി താഴോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളി. ഇവിടെയും കുറേ റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറേ റൂമുകളൊക്കെ ഉണ്ട്. കണ്ടിങ്ങനെ ഇത് കണ്ടില്ലേ, ഒരു ഫ്രിഡ്ജ്, ഒരു കിച്ചൺ. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. ചെറിയൊരു കിച്ചൺ ഇവിടെ ഉണ്ട്. അതിനെ കൂടെ അന്നേരമാണ് നമ്മൾ ബാക്കിലോട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ ബാക്കിലോട്ട് പോകുന്നത്. റൈറ്റ്.
അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളി ഇവിടെ തന്നെ ഒരു ബെഡ്റൂമും അതോടൊപ്പം തന്നെ വേണ്ടേ ഒരു ബാത്റൂമും. അങ്ങോട്ട് പോകുന്നില്ല, ബാത്റൂമിലോട്ടൊന്നും കാണിച്ചു പറഞ്ഞെടുക്കാൻ പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷെ നമുക്കറിയാലോ ബാത്റൂം ക്ലോസറ്റും ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എടുത്ത് വെക്കാനായിട്ട്. കണ്ടില്ലേ, പൂളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ്. കണ്ട് ഇത് കണ്ടോ, അടിപൊളി സെറ്റ് ചെയ്ത് കണ്ടല്ലേ, റൊമാൻറ്റിക് ആകാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടില്ലേ, ഇവിടേക്ക് ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയാണ്ടേ ഡാക്കിലൊക്കെ നോക്കി. ഇതാണ് ലേക്ക്, കണ്ടല്ലേ, അടിപൊളിയല്ലേ. സോ വീടിൻ്റെ ബാക്ക് യാർഡാണിത്. ഇത് കണ്ടില്ലേ, അതിന് ശേഷമാണ് നമ്മൾ കണ്ട് ഇത് കണ്ടോ, ഇതിലെ കൂടെ നടന്നാണ് നമ്മൾ ഡാക്കിലൊക്കെ പോകുന്നത്. അപ്പോൾ ബെൻ ഇവിടെ നിൽപ്പുണ്ട്. ഹായ് ബെൻ, സോ നമ്മൾ കണ്ടേ ഇതുവഴിയാണ് നമ്മുടെ ബോട്ടിലേക്ക് പോവാണ്, നമ്മൾ ഗ്യാസ് അടിക്കാൻ പോവാണ്. ഇപ്പോൾ ആണ് ഇങ്ങനെ നടന്നാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാ വീട്ടുകാർക്കും ആണ് ഇങ്ങനെയുള്ള ഇതിനെന്ത് പറയുന്നത് ബെന്നെ, ഡാക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബോട്ടും ഉണ്ട്. ഇത് കണ്ടേ, അതുകൊണ്ട് നമ്മൾ നടന്ന് കണ്ടേ ഇതുവഴിയാണ് പോകുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡാണ് ഇങ്ങനെ കാണാം. ഇത് കണ്ടോ, ആണ്ടേ നമ്മുടെ ബെൽബിന് ഓടി വരുന്നുണ്ട്. ഇത് കണ്ടല്ലേ, അടിപൊളിയല്ലേ. എന്നിട്ട് വേണം ഇവിടെ ഒരു 2 ജെറ്റ് സ്കി ഉണ്ട്, 3 ഉണ്ട്. പക്ഷെ ഒരെണ്ണം വീടിനകത്തിരിക്കുകയാണ് കേട്ടോ, അടിപൊളി. ഇത് കണ്ടില്ലേ, 5 സ്റ്റാർ ഹോട്ടൽ മാതിരിയാണ് നമ്മുടെ ബോട്ട് കിടക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. അതിനുശേഷം നാണ്ട് ബെന്നാണ് ഇവിടുന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നമ്മളകത്ത് കയറുന്നു. ഇത് കണ്ടോ, 2 അടിപൊളി ജെറ്റ് സ്കി ഇരിക്കുന്നുണ്ടോ. സോ ഇതാണ് ഇവിടുത്തെ ലേക്ക് ഹൗസ് ആണിത്. ഇങ്ങനെ അങ്ങോട്ട് ഡോറ് തുറന്ന് കയറി ഓ ഇവിടെ റിലാക്സ് ചെയ്ത് ഇത് കണ്ടോ, ആഹാ. ബോട്ടിൻ്റെ ഇതാണ് മെയിൻ പാസഞ്ചർ ഇരിക്കുന്ന സ്ഥലമാണിത്. വേണ്ടല്ലേ, അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡെക്കിൽ അവിടെ ഊഞ്ഞാലൊക്കെ കണ്ടോ. അപ്പം അങ്ങോട്ടൊക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലോട്ടൊക്കെ നോക്കി റിലാക്സ് ചെയ്ത് ഊഞ്ഞാലൊക്കെ ആടിയിരിക്കാം. കേട്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഓ റൈറ്റ് മാൻ, എല്ലാവരും ഇവിടെ ഉണ്ട്. സൂപ്പർ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഡ്രൈവേഴ്സ് സീറ്റിംഗ് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് നമ്മൾ ഗ്യാസ് അടിക്കാൻ പോവാണ് വണ്ടിക്ക്. ബെന്നാണെങ്കിൽ വണ്ടി പുഷ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. നമ്മുടെ ജെറ്റ് സ്കി അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഓടിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച്. അടിപൊളിയാണ്. എങ്ങനെ ഒരു ലേക്ക് ഹൗസിൽ എൻജോയ് ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് വേണമെങ്കിൽ മേളിൽ കയറി നമുക്ക് ഇത് കണ്ടില്ലേ, മേളിൽ കയറിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം. സോ അടിപൊളിയല്ലേ സെറ്റപ്പ്, സൂപ്പർ. അടിപൊളി സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, പാട്ടൊക്കെ കേൾക്കാം. നമ്മുടെ കാർ ഓടിക്കുന്നവനാണ് ബെൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നിരിക്കുകയാണ്. ഷോ നോക്ക്, ബെന്നൊക്കെ ഇതാണ് ചില്ല് ചെയ്യാണ് ഇവിടെ. റിലാക്സിങ് ലൈഫാണ്. ബെന്ന് പെൻസിൽവേനിയാണ് താമസിക്കുന്നത്. ഇവിടെ കുറെ നാളായി. എത്ര നാളായി ബെൻ ഇവിടെ വീട് മേടിച്ചിട്ട്? 13 വർഷമായിട്ട് ബെൻ ഇവിടെ വീട് മേടിച്ചിട്ട് എൻജോയ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ലൈഫാണ്. ഇത് കണ്ടില്ലേ, എല്ലാവർക്കും ഡാക്കുണ്ട് എല്ലാ വീട്ടിലും. ഇത് കണ്ടില്ലേ. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ബോട്ടൊക്കെ കാണാം. ഓ പ്ലാസ്റ്റിക് പോവാണ് ഇപ്പോൾ. ഇനി സൗണ്ടൊക്കെ വലിയ കാര്യമായിട്ട് നോക്കണ്ട. ഇത് കണ്ടില്ലേ.
അതോടൊപ്പം തന്നെ വേറെ ബോട്ടുകളൊക്കെ അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടല്ലേ, ഗ്യാസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ്. ആ, എങ്ങനെയുള്ള ടൈപ്പിലുള്ള ബോട്ടാ ബെൻ ഇത്? ഇതിന്റെ പേര് പാൻറ്റൂൺ. പാൻറ്റൂൺ, ഓക്കെ. സോ അപ്പം ഇത് ഫാമിലി ലൈക്ക് ടൈപ്പ് ക്രൂസ്. ഓക്കെ. സാധാരണ ലേക്കുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇതാ ഇല്ല, ഓക്കെ ഓക്കെ. അപ്പം ലേക്കുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെ ഫാമിലിയായിട്ട് ഇവിടെയൊക്കെ ഇതിന് ചുറ്റിനും വീടുകളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ ലേക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് അതാണ്ട് ഇങ്ങനെയുള്ള ബോട്ടുകളൊക്കെ വെച്ചാണ് ഫിഷ് ചെയ്യുക അതിനകത്ത് വെച്ച്. സോ കുറേ പേർക്ക് നല്ലോണം ഇരിക്കുകയൊക്കെ ചെയ്യും. ഇത് കണ്ടില്ലേ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ഇത് കണ്ടോ, എത്ര പേർക്ക് ഇരിക്കാം? ഇതിനകത്ത് 16 പേർ, 16 പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. 16 പേര് ലൈഫ് ജാക്കറ്റും വേണം. ലൈഫ് ജാക്കറ്റിന്റെ അടിയിലുണ്ട് എല്ലാവരുടെയും. ലൈഫ് ജാക്കറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ആ സീറ്റിന്റെ അടിയിൽ എല്ലാവരുടെയും ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ബോട്ടിനൊക്കെ എത്ര രൂപ ആവും? ഇപ്പൊ പുതിയ ഒരെണ്ണം മേടിക്കണമെങ്കിൽ ആവുമ്പോൾ 65,000. 65,000. ഓക്കെ. നമ്മൾ കണ്ടേ ഡോക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് ഏറ്റവും പാട്. ഞാൻ നടുക്കൂടെ കയറ്റണം, അതാണ്. ഓ, അടിപൊളി. ആ, സൂപ്പർ. ഓക്കെ, ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ. നിങ്ങൾ ഈവനിങ് വ്യൂ കാണാനായിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയായിരുന്നു വൈകുന്നേരത്തെ ഫാമിലിയായിട്ട്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്സ് കൂടെ കാണിച്ചു. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, നമുക്കതൊന്ന് കാണാം. അടിപൊളി ഐലൻഡ്. ഇത് കണ്ടില്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ കസേരയൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ? സോ നമ്മുടെ ഈ ലേക്കിൻ്റെ നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഈ ഐലൻഡ്. ഇവിടെ ഇരുന്ന് കണ്ട കസേരയൊക്കെ വെച്ച് കണ്ട ഇവിടെ ഒരു ബാർബിക്യൂ ഒക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ. അപ്പം നമ്മുടെ ബെന്ന് ഇവിടെ ഇങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് ലൈഫൊക്കെ. കാരണം ബിസി ലൈഫാണ് എപ്പോഴും ഫിലാഡൽഫിയയിലൊക്കെ. അതൊക്കെ കളഞ്ഞിട്ടാണ് ദാണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഐലൻഡിൽ ഒരു ലേക്കിൻ്റെ അടുത്തായിട്ടൊരു വീട് മേടിച്ചിട്ട് നമ്മളിങ്ങനെ ബോട്ടിനകത്ത് വന്നിട്ടാണ് ഈ ഐലൻഡിൽ വരുന്നത്. അടിപൊളിയല്ലേ? എന്നാ സെറ്റപ്പാ. ഇത് കണ്ടില്ലേ? എല്ലാവരും ഇവിടെ ഉണ്ട് ഐലൻഡിലൊക്കെ. ഇവിടെ വന്നിട്ടാണ് കുക്ക് ചെയ്യുകയും. ഓ, ഇവിടെ വന്നാൽ മീനെ പിടിക്കാം. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഈവനിങ്ങിൽ ചെറിയ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ ഭാഗങ്ങളൂടെ കാണിച്ച് നമ്മൾ നിർത്താം. നമ്മൾ കൊണ്ടുവന്ന പന്നി ഞങ്ങളിവിടെ കുക്ക് ചെയ്യുകയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഹൈലൈറ്റ്. ഇനി കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കറി ആമ്പിളെ കാണിക്കത്തുള്ളൂ. നിങ്ങളെ ഈ വീടും കാണിച്ച് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Alright, that's it. We have Nicole here. No, we're not recording. ഓ, നമ്മുടെ പോർക്ക് കേട്ടോ, കുക്ക് ചെയ്ത് നോക്ക്, അടിപൊളി. വാ മേ, സൂപ്പർ അല്ലേ കാണാൻ? അടിപൊളി. അപ്പം നമ്മുടെ
താണ്ടെ പോർക്ക് കറി താണ്ടെ ബെന്നിൻ്റെ വീട്ടിൽ വന്നു. അടിപൊളി ഉണ്ടാക്കിയ പോർക്ക് കറി കണ്ട് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഞാൻ പറഞ്ഞു കൂടുതൽ പോർക്ക് കറി നമ്മൾ കാണിക്കുന്നില്ല, ഇവിടെ ഒരു ചെറിയൊരു കുക്കിങ്ങേ ഉള്ളൂ. കണ്ടിക്കുന്നു നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണിത്. കണ്ടില്ലേ? ആഹാ, അടിപൊളി അല്ലേ? സൂപ്പർ. സോ നമ്മുടെ ഈ വീടിൻ്റെ ഓണറാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടേ നമ്മുടെ ബെന്നും വൈഫ് നിക്കോളും. സേ ഹലോ. എങ്ങനെയുണ്ട് ബെന്നെ? പൊറോട്ടയും അടിപൊളി പോർക്കും. ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ. ട്രൈ നിക്കോ. മാൻ, ഇതൊക്കെ അടിപൊളി പൊറോട്ടയും ഇതുണ്ടല്ലേ? അടിപൊളി. സൂപ്പർ സൂപ്പർ മാൻ. അടിപൊളി. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരമാണ് ജോസ് ചാണ്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. താങ്ക് യു ജോസ് ചാ. ഇതിൻ്റെ ഒരു ഓണറാണ് ജോസ് ചാനും നമ്മുടെ വത്സ ചേച്ചിയും. ഹായ്, എന്തുകൊണ്ട് വിശേഷം? ആന്റിയോ? അമ്മാമ്മയെന്നോ? ഒക്കെ എല്ലാവരും ഉണ്ട്. സോ ഞങ്ങള് ചായയൊക്കെ ഉണ്ടാക്കി റെഡിയായി കുടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, നമുക്ക് ബൈ പറയാൻ സമയമായി. അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ.